പ്രഗത്ഭന്മാരായ ദേവദാസന്മാരാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ അവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും തെളിയിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ദൈവമില്ല. കണ്ടോ? അപ്പൊ മനുഷ്യൻ മൂഢനായി പോയാൽ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്ന ഞാൻ മൂഢനായി പോയാൽ എന്റെ അടുത്ത പ്രസംഗം എന്തായിരിക്കും അറിയാമോ? ദൈവമില്ല. അത് ഞാൻ പ്രസംഗിക്കും, അത് ഞാൻ തെളിയിക്കും, അത് നിങ്ങളിൽ ഞാൻ സ്ഥാപിക്കും. ഇനി മൂഢത്വത്തിന്റെ ആത്മാവ് നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വീണുപോകും, നിങ്ങൾ അതിൽ പെട്ടുപോകും. മനസ്സിലാക്കുന്നുണ്ടോ? പക്ഷെ ഇന്ന് പറയാൻ ഞാൻ ദൈവത്തെ അന്വേഷിച്ചവനാണെങ്കിൽ, ഞാൻ ദൈവത്തെ കണ്ടെത്തുന്നവനാണെങ്കിൽ, ഞാൻ ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നവനാണെങ്കിൽ അത് നിങ്ങളിലേക്ക് ഞാൻ പറയും, അത് നിങ്ങളിൽ ഞാൻ സ്ഥാപിക്കും. ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന വിടുതൽ, ഞാൻ അനുഭവിക്കുന്ന നന്മ ഇന്ന് പല നിങ്ങളില്, നിങ്ങളുടെ കുടുംബങ്ങളില്, നിങ്ങളുടെ തലമുറകളിൽ ഈ ചെറിയ ദൈവജനത്തിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാര് ഇന്ന് പല എത്ര പേരുടെയുണ്ട്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിയുള്ളവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ ആത്മാവിനെ പറയുന്നു, നിങ്ങൾ അന്വേഷണം വെറുതെ ആകത്തില്ല. നിങ്ങൾ അവരെ കണ്ടെത്ത്, കണ്ടെത്താനുള്ള കാലത്ത് അവരെ അന്വേഷിക്കേ, അവരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ എപ്പോഴാണ് അന്വേഷിക്കാറ്? അവനെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ ദൈവം അന്വേഷിക്കണം. ഒരു പ്രാവശ്യം അന്വേഷിച്ച് സാധനം കണ്ടെത്തി, സാധനം പിന്നെ അന്വേഷിക്കാതിരിക്കും. ഒരു പ്രാവശ്യം സാധനം അന്വേഷിച്ച് കണ്ടെത്തി പിന്നെ അന്വേഷിക്കാതിരിക്കും. നമ്മുടെ ഒരു വസ്തു നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം അന്വേഷിക്കുന്നുണ്ട്? ഞാൻ എന്റെ മൊബൈലിന് അഡിക്റ്റ് ആണെങ്കിൽ ഞാൻ ഒരു ദിവസം എത്ര പ്രാവശ്യം അത് അന്വേഷിക്കും? പറഞ്ഞില്ല. ഹലോ, അതിനകത്ത് വരുന്ന ഒരു കോൾ, അതിനകത്ത് വരുന്ന ഒരു മെസ്സേജിന് ഞാൻ അഡിക്റ്റ് ആണെങ്കിൽ ഒരു ദിവസം ഞാൻ എത്ര പ്രാവശ്യം അതെടുത്ത് നോക്കും? നിങ്ങൾ ദൈവത്തിന് അഡിക്റ്റ് ആണെങ്കിൽ, ഓ ഹല്ലേലൂയ, ദൈവിക സ്നേഹത്തിന് നിങ്ങൾ അഡിക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒരു പ്രാവശ്യമല്ല, അനവധി തവണ മനസ്സിലാക്കുന്ന കൈസോട് നിങ്ങൾ ഏതിനാണോ അടിമപ്പെട്ട് കിടക്കുന്നത്, നിങ്ങളുടെ മനസ്സതിലായിരിക്കും, നിങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും, നിങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് അത് കണ്ടെത്ത്. പക്ഷെ ഇന്ന് പകർത്താൽ നിത്യതയിൽ അവനോട് കൂടെ അവന്റെ രാജ്യത്തിൽ അവനോട് ചാർന്നിരുന്ന് വാഴണമെങ്കിൽ ഇന്ന് പകർത്താൽ കണ്ടെത്താനുള്ള ഗ്രഹത്തെ, കണ്ടെത്താനുള്ള സമയത്ത് നിങ്ങൾ അവനെ അന്വേഷിച്ച് അവനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഹല്ലേലൂയ, മനസ്സിലാകുന്നവരുടെ നിരവധി തവണ നമ്മുടെ മനസ്സ് ഏതിലാണോ അഡിക്റ്റ് ആയിരിക്കുന്നത് അതെപ്പോഴും നമ്മൾ അന്വേഷിച്ചു അല്ലെ? ആണോ? നമ്മൾ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ലെങ്കിൽ, നമ്മൾ അന്വേഷിച്ചിട്ട് ഒരു സാധനം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ളവരോട് ചോദിക്കും, ഒരു മർമ്മം പറയട്ടെ, നമ്മൾ അന്വേഷിച്ച സാധനം കണ്ടെത്തി. ഒരു കുടുംബത്തിൽ 4 പേരെന്ന് വിചാരിച്ചു, ഭാര്യ, ഭർത്താവ്, 2 മക്കൾ. ഞാൻ അന്വേഷിച്ചത് കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ ആദ്യം അനുഭവിക്കും. എൻ്റെ വൈഫിനോട് ചോദിക്കും, ഞാനൊരു സാധനം കണ്ടായിരുന്നു. വൈഫ് ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട്, ഈ കണ്ണിന്റെ മുമ്പിലല്ലേ ഈ സാധനം ഇരിക്കുന്നത്, കണ്ണിന്റെ മുമ്പിൽ ഈ സാധനം എടുത്ത് കാട്ടിയിരിക്കുന്നത്. ഈ സാധനം നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷെ ചില സമയത്ത് നമ്മൾ കാണുന്നില്ലെന്നുള്ളതാണ്. അവരെങ്ങനെ കണ്ടേ? നമ്മുടെ മനസ്സ് വല്ലോടുത്തുവാ, അതായത് കാണാനെ. അവരുടെ മനസ്സ് അതിനകത്താ, അതായത് കണ്ടേ. നിങ്ങൾ മനസ്സിലായില്ല? നമ്മുടെ മൂക്കിന്റെ തുമ്പത്തി സാധനം എഴുതുന്നത് നമ്മളൊന്ന് പലത് കാണാൻ കഴിയുന്നില്ല, പക്ഷെ അവര് വന്നപ്പോഴേ ഇത് കണ്ടു, ഇല്ലേ? ആണോ? എന്നിട്ട് അവരുടെ ഡയലോഗുണ്ട്, ഒട്ട് വീട്ടായിരുന്നു മൂക്കിന്റെ തുമ്പത്തി, എന്നിട്ട് അത് കണ്ടില്ല. ഇവിടെ അല്ല, വേറെ കാണാം. ശരിയാ, നമ്മൾ വേറെ എവിടെയോ അടുത്തിരുന്നിട്ടും അനുഭവിക്കാൻ കഴിയുന്നില്ല, ചേർന്നിരുന്നിട്ടും അനുഭവിക്കാൻ കഴിയുന്നില്ല. മനസ്സിവിടെ അല്ല. ഇന്ന് പകരം കണ്ടെത്താകുന്ന നേരത്ത്, കണ്ടെത്താകുന്ന സമയത്ത് നീ പൂർണ്ണ ഹൃദയത്തോടെ നീ അന്വേഷിക്കുന്നുവെങ്കിൽ, അന്വേഷണം പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് അടുത്തിരിക്കുന്നവനെ കാണാൻ കഴിയും, ചേർന്നിരിക്കുന്നവനെ കാണാൻ കഴിയും. അവൻ ദൂരസ്ഥൻ മാത്രമല്ല, അവൻ സമീപസ്ഥന് കൂടെയാണ്.
മൂഢമായ പോയ ഹൃദയത്തെ ഇന്ന് പറയുന്ന രൂപാന്തരപ്പെടുത്തി അന്വേഷിക്കുന്ന മനോഭാവത്തിലേക്ക് ഇന്ന് പറയുന്ന മടങ്ങി വന്നാൽ നിന്റെ ചേർന്നിരിക്കുന്നവനെ, നിന്റെ ഉള്ളിലിരിക്കുന്നവനെ, നിന്റെ കൂടെ വസിക്കുന്നവനെ ഇന്ന് പറയുന്ന തിരിച്ചറിയാൻ കഴിയോ? ആ സാന്നിധ്യം അനുവദിക്കുന്ന ദൈവജനത്തിനാൽ ഇന്ന് പറയുന്ന ദൈവത്തിന് സ്വന്തം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, അന്വേഷിക്കുന്ന ദൈവമേ, ഈ ദിവസങ്ങളിൽ നീ അവരെ കണ്ടെത്തും. നിന്റെ ചേർന്നിരിക്കുന്നവന്, നിന്റെ കൂടെ ഇരിക്കുന്നവന്, നിന്നോട് ചേർന്നിരിക്കുന്നവന് ഈ ദിവസങ്ങളിൽ നീ കണ്ടെത്തും.